Unfortunately, in Kerala, the health system is crumbling. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ ആരോഗ്യ മേഖല കേരളത്തിൽ ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And even though you have the most qualified people, there is a shortage of staff. The public health facilities are not adequate. There's not enough equipment. There's not enough medicine available for you. ഇവിടെ മികച്ച കഴിവുള്ള ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും അവിടെ ജീവനക്കാർ കുറവാണ്, അതുപോലെ തന്നെ സംവിധാനങ്ങൾ കുറവാണ്, ഉപകരണങ്ങൾ കുറവാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ. Job creation is at a low. കേരളത്തിലെ തൊഴിലുണ്ടാകുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ്. In the same way, all the farmers I named, whether it's dairy farmers, whether it's coffee farmers, tea farmers, banana farmers, rubber farmers, everybody is facing difficulty. അതുപോലെ ഞാൻ കർഷകരെ കുറിച്ച് പറഞ്ഞു. അത് കാപ്പി കർഷകരാവട്ടെ, വാഴ കർഷകരാവട്ടെ, ഏത് തരത്തിലുള്ള കർഷകരാവട്ടെ, അവരെല്ലാം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. While the prices for everything are rising, the support you are receiving from your government is just not enough for you to be earning well anymore. എല്ലാത്തിന്റെയും നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ എല്ലാം വില കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഒരു ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായകമാകുന്നതല്ല. We all know how the Asha and Anganwadi workers protested for months and months without being heard. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ആശയ അംഗൻവാടി പ്രവർത്തകർ എത്ര നാളുകൾ സമരം ചെയ്തിട്ടും അവർ കേൾക്കപ്പെടാതെ എത്ര നാൾ സമരം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. Their voice was silenced, and finally the government only heard them when the elections were coming near. അവരുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുകയായിരുന്നു. അവസാനം ഗവൺമെന്റ് അവരെ കേട്ടത് തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ മാത്രമാണ്. Today, when the prices of fuel are rising so much, one of the worst affected people are the fisher folk. ഇന്നിപ്പോ ഇന്ധനവില ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനാൽ ബാധിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. No opportunities have been given to you or created for you through the tourism sector. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി യാതൊരു അവസരം ഉണ്ടാക്കുന്നില്ല. While the ports are taken over by big industrialists coming from outside Kerala, you have to suffer, you have to face your difficulties all on your own. കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന വലിയ വ്യവസായികൾ ഇവിടുത്തെ തുറമുഖങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടതും അത് അഭിമുഖീകരിക്കേണ്ടിയും വരുന്നത്. I say this genuinely from my heart. It is difficult for us in the opposition to come to you and to want to do so much, but to see that our hands are tied because you have a state government that is negligent of your needs and negligent of what is required for you to progress and to move forward fast. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഓപ്പോസിഷൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ MP എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, ആ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. There is so much that we want to do and so much that we can do if we put our resources together. നമ്മുടെ വിഭവങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുമുണ്ട്. That it is sad to see a state government that has been in power for so long and provided you with less and less opportunity the longer they have stayed in power. 10 വർഷം ഇത്രയും ദീർഘകാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും തരുന്നത് കുറഞ്ഞു വരികയാണെന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. And unfortunately, the policies of the Modi government have provided them with both security and safety at this difficult time. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മോദി ഗവൺമെന്റിന്റെ നയങ്ങൾ അവർക്ക് ഒരു വിധത്തിലുള്ള സുരക്ഷിതത്വവും ഈ കാലഘട്ടത്തിൽ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് നൽകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. He has chosen instead to bow down before America and Israel and create a situation in which India will suffer along with the other nations that support them. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നരേന്ദ്രമോദി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുമ്പിൽ തലകുനിച്ചു കൊടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യക്കും കഷ്ടകാലത്തിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. And in the middle of all this, it is the people of India who are paying the price. ഇതിന്റെ എല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് ഇതിന്റെ എല്ലാം ഇടയിൽ ഈ ഇന്ത്യയിലെ ജനങ്ങളാണ്. As I said, fuel prices are rising every single day. LPG prices are rising every single day.
ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ധന വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകത്തിന്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Our Prime Minister has handed our energy security over to the Americans. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അമേരിക്കക്കാർക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. He has signed our future away. They tell us who to buy oil from. They tell us when we can buy. They tell us what we should do and how we should do it. അദ്ദേഹം നമ്മുടെ ഭാവി അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കണം, എപ്പോൾ എണ്ണ വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. And now he has signed a trade deal with them in which Indian people have to buy crores and crores of American goods, and Indian farmers have to compete with highly mechanized US farms. അത് മാത്രമല്ല, നരേന്ദ്രമോദി അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കണം. ഇന്ത്യയിലെ കർഷകർക്ക് വളരെയധികം യന്ത്രവൽകൃത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന അമേരിക്കയിലെ കർഷകരോടാണ് ഇനി മത്സരിക്കേണ്ടി വരുന്നത്. And all this for what? Because our Prime Minister is a coward. He has no spine and he is compromised. ഇതെല്ലാം എന്തിനു വേണ്ടയാണെന്ന് അറിയുമോ? നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നട്ടിലില്ലാത്ത ഭീരുവായ ഒത്തുകളിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. We are paying every single day because he does not have the guts to stand up for India. ഇന്ത്യക്ക് വേണ്ടി മൂർന്നു നിൽക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്ക് ഇല്ലാത്തതിന്റെ വില നമ്മൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. We are paying every single day just because his name is in some Epstein files and he needs to protect himself. ഏതോ എപ്സ്റ്റീൻ ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേരുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സ്വയം സംരക്ഷിക്കേണ്ടതുകൊണ്ട് ഓരോ ദിവസവും അതിന്റെ വില ഇന്ത്യക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. We are paying every single day as he hands over all the assets of this great nation to his businessmen friends like Adani and Ambani. ഈ രാജ്യത്തിന്റെ, ഈ മഹത്തായ രാജ്യത്തിന്റെ മുഴുവൻ ആസ്തിയും അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കളായ അദാനിക്ക് വേണ്ടി അദ്ദേഹം തീരെഴുതി കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ഇന്ത്യക്കാർ അതിന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. And I am very sorry to say that the LDF and the Chief Minister of Kerala is like his B team. ഞാന് വിഷമത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും B ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയട്ടെ. Our Prime Minister did not say anything. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു വലിയ മോഷണം നടന്നിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രി അതിനെ കുറിച്ച് ഒരു വാക്കും മിണ്ടിയില്ല. Whether it's the BJP or the LDF, please recognize the truth. They are corrupt corporate parties. BJP ആണെങ്കിലും LDF ആണെങ്കിലും ഇതിന്റെ സത്യം ഇതാണ് തിരിച്ചറിയേണ്ടത്. അവർ അഴിമതി നിറഞ്ഞ മുതലാളിത്ത പാർട്ടികളാണെന്നുള്ള സത്യമാണ് തിരിച്ചറിയേണ്ടത്.